നമസ്കാരം, ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഓരോ ദിനങ്ങളും ആചരിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് വേണം പരിശോധിക്കാൻ. സുന്ദരമായ ഈ പ്രപഞ്ചത്തിൽ ശരീരത്തിനും മനസ്സിനും ഹാനികരമാകാത്ത ധാരാളം ലഹരികൾ മനുഷ്യനെ പിടിച്ചു നിർത്താൻ ഉണ്ടായിട്ടും പുകയില ഉൾപ്പെടെയുള്ള ലഹരിയിലേക്ക് മനുഷ്യൻ അടിമപ്പെടുന്നത് ദയനീയ കാഴ്ചയാണ്. വെളിച്ചത്തിലേക്ക് ചെന്നെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യൻ അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലഹരിയിലേക്ക് ചെന്നെടുക്കുകയാണ്. ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെയായി ലഹരിയെക്കുറിച്ചുള്ള അവബോധം നിങ്ങളിൽ വളർത്താൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കുന്നത് SUT പട്ടം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് പൾമോണോളജിസ്റ്റും അലർജി ഇമ്മ്യൂണോളജി ആൻഡ് സ്ലീപ്പ് കൺസൾട്ടന്റുമായ ഡോക്ടർ സോഫിയ സലിം മാലിക്കാണ്. ഡോക്ടറിന്റെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമോണോളജിസ്റ്റ്. ഒക്ടോബർ 31 നോ ടൊബാക്കോ ഡേ. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാനാണ് ഈ ഷോർട്ട് ടോക്ക്. പുകയില അതുപോലെ പുകയില കൊണ്ടുള്ള അനുബന്ധമായ പ്രോഡക്ട്സ്. നമുക്ക് പുകയില എന്ന് കേൾക്കുമ്പം യൂഷ്വലി നമുക്ക് സിഗരറ്റ്, ബീഡി ആണ് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ബാക്കി പുകയില വെച്ചിട്ടുള്ള അനുബന്ധമായിട്ട് ഒരുപാട് ദുശീലങ്ങൾ മനുഷ്യരാശിയുടെ ഇടയിലുണ്ട്. ഇപ്പം യൂഷ്വലി നമുക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഡ്രഗ്സിലോട്ടാണ് തിരിയുന്നത്. പുകയില ഉപയോഗം കുറയുകയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ഈ സിഗരറ്റ്, ബീഡി അതുപോലത്തെ ഈ വൈസസിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ എത്ര മാത്രം നമ്മൾ ഈ ക്യാമ്പയിനിങ് നടത്തിയാലും ഇതിൻ്റെ ഉപയോഗം കൂടാനുള്ള കാരണം നമുക്ക് ആ ടൊബാക്കോ ഇൻഡസ്ട്രിയുടെ പരസ്യങ്ങളും അവരുടെ പ്രലോഭനങ്ങളും തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ നോ ടൊബാക്കോ ഡേയുടെ തീം തന്നെ ഇവരുടെ ടാക്ടിക്സ്, നമ്മുടെ ഈ ഒരു ടൊബാക്കോ നിക്കോട്ടിൻ ഇൻഡസ്ട്രിയുടെ കുറേ ഇവർക്ക് നമുക്ക് ഒരു വിരോധാഭാസം തന്നെയാണ്. നമുക്ക് സിഗരറ്റിൻ്റെ പുറത്ത് സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയാലും ഈ ഉപയോഗിക്കുന്നവരെ പ്രലോഭിപ്പിക്കാനും വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ടാക്ടിക്സ്, അവർക്ക് തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളെ എക്സ്പോസ് ചെയ്യാനും പുകവലിയുടെ ഉപയോഗം കുറച്ച് വരികയും അത് അപ്പാടെ നിർത്തലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണോ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കഷനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോ ടൊബാക്കോ ഡേ ആചരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുകയിലയുടെ ഉപയോഗം മൂലം നമുക്ക് ഓരോ വർഷവും മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ടൊബാക്കോ കൊണ്ടുള്ള ഡെത്ത്സ് എന്ന് വെച്ചാൽ ഈ ലങ് ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡെത്ത്സ് എല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് ഒരു 15 ദശലക്ഷത്തോളം മനുഷ്യർ ഒരു വർഷം കൊണ്ട് മരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഒരു 1.5 ദശലക്ഷം മനുഷ്യർ മരണമടയുന്നെന്നാണ് കണക്ക്. അപ്പം ഇതിൻ്റെയൊക്കെ ഇത് ശരിക്കും ടൊബാക്കോ കൊണ്ടുള്ള മരണം ആക്ച്വലി ഒരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്ത് ആണ്. അത് കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളും പ്രിവെൻറ്റബിൾ ആണ്. പറഞ്ഞാൽ ഇതിൻ്റെ പുകയിലയുടെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മൾക്ക് ഈ പുകയില കാരണമായി ഉണ്ടാക്കുന്ന ഈ മരണവും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മോർബിഡിറ്റിയും നമ്മൾക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജനറൽ പോപ്പുലേഷൻ്റെ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നോ ടൊബാക്കോ ഡേയിൽ പുകയില വർജിക്കേണ്ട കാര്യം പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് ഓരോരുത്തർക്ക് ആവുന്ന വിധത്തിൽ ഇതിന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ്ങിന് ഇറങ്ങുകയും വേണം. നമസ്കാരം. ഒരിത്തിരി മീൻചാറ് അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് പോട്ടെ, ഒരിത്തിരി ഉണക്കമീനെങ്കിലും. ഇതൊന്നുമില്ലാതെ ഭക്ഷണം ഇറങ്ങാൻ പൊതുവെ മലയാളിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എരിയും പുളിയും ചേർത്തൊരിത്തിരി മീൻകറി ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ചിന്തിക്കാത്ത മലയാളികൾ ഇന്നും ചുരുക്കമാണ്. അതിനിടയിലാണ് ഒരു കപ്പൽ വന്ന് ഉള്ള കണ്ടെയ്നർ മൊത്തം കടലിൽ മറിച്ചിട്ട് മീനിൽ മുഴുവൻ വിഷം കലർന്നിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പരക്കെ പരക്കുന്നത്. മീൻ കഴിക്കണോ വേണ്ടേ?
ആകെ കൺഫ്യൂഷനാണ് കുറച്ചു ദിവസമായിട്ട് മലയാളികൾക്ക്. കഴിഞ്ഞ ഞായറാഴ്ചയോടെയാണ് അറബിക്കടലിൽ കാൽസ്യം കാർബൈഡ് വഹിച്ചെത്തിയ ചരക്കു കപ്പൽ പൂർണ്ണമായും മുങ്ങിയത്. നിരവധി കണ്ടെയ്നറുകളാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ചത്. അവയിൽ പലതും കേരള തീരങ്ങളിൽ അടിയുകയും അധികൃതർ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ആദ്യം പേടിക്കാനായി തക്കതൊന്നുമില്ല എന്ന് അധികൃതർ പറഞ്ഞെങ്കിലും തുടർച്ചയായ പരിശോധനകൾക്കൊടുവിൽ അഭിപ്രായം മാറ്റുകയായിരുന്നു. കേരളത്തിലെ തീരദേശ മേഖലകൾ ഇപ്പോൾ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. ഈ സംഭവം കേരളത്തിലെ മത്സ്യബന്ധനത്തെയും വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് 640 കണ്ടെയ്നറുകളുമായി എത്തിയ കപ്പൽ മുങ്ങിയത്. 250 ടണ്ണിലധികം കാൽഷ്യം കാർബൈഡ് അടങ്ങിയ 12 കണ്ടെയ്നറുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കണ്ടെയ്നറുകൾ കടലിൽ പൊങ്ങിക്കിടന്നതോടെ കടുത്ത ആശങ്കകളാണ് അധികൃതർ അറിയിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ തീരദേശ മേഖലകളിലും അവയിൽ ചില കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. ഇവയിൽ ചില കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും തീരദേശവാസികളോട് അതീവ ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പ് നൽകി. തീരദേശ മേഖലകളിലെ കോസ്റ്റ് ഗാർഡുകൾ ഇതിനകം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന വെല്ലുവിളി കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും തീരദേശ മേഖലയിലെ ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നതാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ തന്നെയാണ് ജനങ്ങളുടെ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്. കണ്ടെയ്നറുകളിലേക്ക് വെള്ളം കടക്കുമ്പോൾ കാൽസ്യം കാർബൈഡുമായി കൂടിക്കലർന്ന് അസറ്റിലീൻ എന്ന വാതകം രൂപം കൊള്ളുകയും ഇത് ഉഗ്ര സ്ഫോടനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ രാസപ്രവർത്തനങ്ങൾ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. കപ്പലിലുണ്ടായിരുന്ന 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡിനൊപ്പം രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുകയാണ്. കടൽ വെള്ളത്തിൽ കാൽസ്യം കാർബൈഡ് കലരുമ്പോൾ ഉഗ്ര സ്ഫോടനങ്ങൾക്ക് കാരണമാകും. കപ്പലിൽ ഉയർന്ന ഡീസലും ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. ഇത് വെള്ളത്തിൽ കലരുന്നതോടെ കടലിലെ മത്സ്യങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ബാധിക്കുകയും ചെയ്യും. കടലിലെ ആവാസ വ്യവസ്ഥയെ ഈ പ്രശ്നങ്ങൾ മോശമായി ബാധിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം റിപ്പോർട്ട് ഇല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാൽ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടെയ്നർ തന്നെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകുമ്പോൾ കാര്യങ്ങൾ അബദ്ധമാകും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ ബയോ ഇട്ടിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന ജീവസന്ധാരണ മാർഗം തടഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല, താൽക്കാലികമാണ്. താൽക്കാലികമായ ഒരു ആശ്വാസ നടപടി എന്ന നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ അതത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്യും. തീപിടുത്തം എന്ന് പറയുന്നത് അതിൻ്റേതായ ആളുകൾ തന്നെ നടത്തുമ്പോൾ ഉണ്ടായതാണല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അവർ ചെയ്തതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്ത് വേഗം തന്നെ തീപിടിക്കുന്ന സാധനങ്ങളായാൽ തീപിടിക്കും അതിന്. അതാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. അതേതായാലും നമ്മുടെ മറ്റാരും ചെയ്തതല്ല, അവർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിലും പ്രതീക്ഷ തകിടം മറിഞ്ഞ മറ്റൊരു കൂട്ടരുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളാണ്. സംസ്ഥാനത്തൊട്ടാകെ മൺസൂൺ എത്തിയതോടെ മത്സ്യസമ്പത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. മൺസൂൺ കാലത്താണ് മത്സ്യങ്ങൾ കൂടുതലും പ്രജനനം നടത്തുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതോടെ പോഷക സമൃദ്ധമായ എക്കൽ മണ്ണ് കടലിലേക്ക് ഒഴുകുകയും മത്സ്യസമ്പത്തിന് കൂടുതൽ ഗുണവും ചെയ്യാറുണ്ട്. എന്നാൽ കണ്ടെയ്നറുകളിലെ വിഷവസ്തുക്കൾ കടലിൽ കലരുന്നതോടെ മത്സ്യങ്ങളുടെ പ്രജനനത്തെ പ്രതികൂലമായി ഇത് ബാധിക്കും. എണ്ണ കലർന്ന കടൽ ജലം മത്സ്യങ്ങളുടെ ജീവന് തന്നെ ദോഷകരമായി ബാധിക്കും. ഇത് തീരദേശ മേഖലയിൽ താമസിക്കുന്നവരെയും മത്സ്യം വാങ്ങുന്നവരെയും ബാധിക്കുകയും ചെയ്യും. കണ്ടെയ്നറുകളിൽ നിന്ന് ഒഴുകുന്ന രാസവസ്തുക്കൾ മത്സ്യങ്ങൾ കഴിക്കാൻ സാധ്യത കൂടുതലാണ്. ഞണ്ടുകൾ, ചെമ്മീൻ, കക്ക എന്നീ മത്സ്യങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ പറ്റിപ്പിടിക്കാനും സാധ്യതയുണ്ട്.
ഇത്തരം പ്രതിസന്ധികൾ ചർച്ചയായതോടെ കടൽ മത്സ്യങ്ങൾ കഴിക്കണോ വേണ്ടോ എന്ന സംശയത്തിലാണ് മലയാളികൾ. അതേസമയം ഈ വിഷയത്തിൽ ആകുലത വേണ്ട എന്നാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണെന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മത്സ്യങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നതിൽ ആശങ്കപ്പെടേണ്ട എന്നും മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ വിവിധ ഏജൻസികൾ കടൽജലം ശേഖരിച്ച് പരിശോധന നടത്തിവരികയാണ്. പരിശോധനാ ഫലം കൂടി വന്ന ശേഷമേ ഫിഷറീസ് വകുപ്പ് കൃത്യമായി മാനദണ്ഡങ്ങൾ പുറത്തിറക്കുള്ളൂ എന്നാണ് പ്രതീക്ഷ. ചുരുക്കത്തിൽ മത്സ്യപ്രേമികൾ ഒരൽപ്പം ക്ഷമയോടെ കാത്തിരിക്കുകയല്ലാതെ വേറെ രക്ഷയില്ല.